നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തതാര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, JB കൃപലാനി, ST മുഖർജി, BN റാവു. JB കൃപലാനിയാണ് ശരിയായ ഉത്തരം. കുഞ്ഞുങ്ങളിലെ പോഷണ വൈകല്യം ശാസ്ത്രീയമായി സ്ഥിരീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏത്? ആശ്രയ, നിരീക്ഷ, കാരുണ്യ, പ്രതീക്ഷ. നിരീക്ഷ എന്ന പദ്ധതിയാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സ് നടത്തിയ പഠനപ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പുരോഗതിയുള്ള നഗരം ബാംഗ്ലൂർ, ഡൽഹി, കൊച്ചി, മുംബൈ. മുംബൈയാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര? 44, 54, 34, 24. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം 34 കായലുകളാണ് ഉള്ളത്. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷമേത്? 1980, 1987, 1986, 1988. 1987 ദക്ഷിണ പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഓസ്ട്രേലിയ, ഇന്ത്യ, നേപ്പാൾ, ചൈന. ഓസ്ട്രേലിയയാണ് ശരിയായ ഉത്തരം. ഒരു രാജ്യത്തിൻ്റെ തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗത്തെ അറിയപ്പെടുന്നത് കോണ്ടൂർ രേഖ, ഗയോട്ട്, ഉപദ്വീപ്, ടെറിട്ടോറിയൽ വാട്ടർ. ടെറിട്ടോറിയൽ വാട്ടർ എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്, കോഴിക്കോട്, ഇടുക്കി, വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി പുന്നമട, കല്ലട, വേമ്പനാട്ട്, പമ്പ. 11ഉം 12ഉം ക്വസ്റ്റ്യൻ മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. കല്ലടയാണ് ശരിയായ ഉത്തരം. കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ, അംബേദ്കർ, ഗാന്ധിജി, നെഹ്റു. കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ബാലഗംഗാധര തിലകനായിരുന്നു. ബാലഗംഗാധര തിലകൻ പ്രസിദ്ധീകരിച്ച കേസരി എന്ന പത്രം ഏതു ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, മറാത്തി. കേസരി എന്ന പത്രം മറാത്തി ഭാഷയിലായിരുന്നു. മറാത്ത എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരായിരുന്നു? അംബേദ്കർ, പണ്ഡിറ്റ് കറുപ്പൻ, ബാലഗംഗാധര തിലകൻ, സുഗതകുമാരി. ബാലഗംഗാധര തിലകനായിരുന്നു. മറാത്ത എന്ന പത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? മലയാളം, മറാത്തി, കന്നഡ, ഇംഗ്ലീഷ്. മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. OAPEC, ഓർഗനൈസേഷൻ ഓഫ് അറബ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രി യുടെ ആസ്ഥാനം എവിടെ? അമേരിക്ക, ഒമാൻ, കുവൈത്ത്, ജപ്പാൻ. OAPECയുടെ ആസ്ഥാനം കുവൈത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏത്? മുദ്ര, അലാവുദ്ദീൻ, ഗോമതി, മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുദ്ര. കേരള ഫ്ലോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല? ഇടുക്കി, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ. കേരള ഫ്ലോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? ചിറക്കൽ, തളിപ്പറമ്പ്, മാതമംഗലം, പയ്യന്നൂർ. ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. അതുപോലെ കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ. ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം? കുട്ടനാട്, മധുര, മുംബൈ, തഞ്ചാവൂർ. ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശമാണ് തഞ്ചാവൂർ.
ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? കേരളം, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. ഇതെല്ലാം ഓർത്തു വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പഞ്ചാബാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആർ ശങ്കർ, പട്ടം താണുപിള്ള, EMS നമ്പൂതിരിപ്പാട്, EK നായനാർ. റിപ്പീറ്റായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പട്ടം താണുപിള്ളയാണ്. കേരളത്തിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത്? പട്ടം താണുപിള്ള, EK നായനാർ, ആർ ശങ്കർ, EMS നമ്പൂതിരിപ്പാട്. ആർ ശങ്കറാണ് ശരിയായ ഉത്തരം. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത്? സ്വർണം, പ്ലാറ്റിനം, അലൂമിനിയം, വെള്ളി. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത്. ക്യൂക്ക് സിൽവർ എന്നറിയപ്പെടുന്നത്? വെള്ളി, പ്ലാറ്റിനം, സ്വർണം, മെർക്കുറി. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. അതുപോലെ ക്യൂക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ഏതു വർഷമാണ് ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിത്തുടങ്ങിയത്? 1800, 1853, 1833, 1813. 1853 മുതലാണ്. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയ വർഷം? 1901, 1855, 1861, 1890. പലതവണ ചോദിച്ച ചോദ്യങ്ങളാണ് ഇവയൊക്കെ. 1861 മുതൽ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത മുഖ്യമന്ത്രി? ആർ ശങ്കർ, കെ കരുണാകരൻ, EK നായനാർ, പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയാണ് ശരിയായ ഉത്തരം. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി? കെ കരുണാകരൻ, ആർ ശങ്കർ, EK നായനാർ, EMS നമ്പൂതിരിപ്പാട്. കെ കരുണാകരനാണ്. വോട്ട് ചെയ്തവരെ തിരിച്ചറിയുന്നതിനു വേണ്ടി മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച ആദ്യ ഇലക്ഷൻ നടന്ന വർഷമേത്? 1962, 1961, 1960, 1976. 1962 യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഇഞ്ചി, കുങ്കുമപ്പൂവ്, ഏലം, കുരുമുളക്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. 1971 നടന്ന പ്രഥമ ഹോക്കി ലോകകപ്പ് മത്സരത്തിലെ ജേതാവാര്? ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ജപ്പാൻ. പാകിസ്ഥാനായിരുന്നു. ലിംഗായത്തുകളുടെ ആരാധനാമൂർത്തി? മുരുകൻ, ശ്രീകൃഷ്ണൻ, ശിവൻ, ഗണപതി. ലിംഗായത്തുകളുടെ ആരാധനാമൂർത്തി ആരായ? ശിവനാണ് ശരിയായ ഉത്തരം. വോൾവോ ഏത് രാജ്യത്തെ വാഹന നിർമ്മാതാക്കളാണ്? കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ, സ്വീഡൻ. സ്വീഡൻ എന്ന രാജ്യത്തിൻ്റെ. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളം? കോയമ്പത്തൂർ, എറണാകുളം, കൊച്ചി, കോഴിക്കോട്. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളമാണ് കൊച്ചി. ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം? തവിട്ട്, മഞ്ഞ, നീല, വെള്ള. തരിശുഭൂമി ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം വെള്ള നിറമാണ്. ലോകത്തിലെ ആദ്യ ദേശീയ വിമാന കമ്പനി ഏത്? ജപ്പാൻ, സ്വീഡൻ, കൊറിയ, ബ്രിട്ടൻ. ലോകത്തിലെ ആദ്യ ദേശീയ വിമാന കമ്പനി ബ്രിട്ടൻ ആയിരുന്നു. തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച വർഷം? 1888, 1867, 1876, 1999. 1888
ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട്. പശ്ചിമ ബംഗാളായിരുന്നു. സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുതേത്? ഗോവ, സിക്കിം, മണിപ്പൂർ, ത്രിപുര. ത്രിപുരയാണ് ഏറ്റവും ചെറുത്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ എത്ര മാസം നിലനിന്നു? 20, 22, 21, 18. 21 മാസം വരെ നീണ്ടുനിന്നു. ഉഷ്ണമേഖലാ പ്രദേശത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? കൊറിയ, അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ. ഉഷ്ണമേഖലാ പ്രദേശത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് യൂറോപ്പ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്ര? 5500 ഡിഗ്രി സെൽഷ്യസ്, 5600 ഡിഗ്രി സെൽഷ്യസ്, 6000 ഡിഗ്രി സെൽഷ്യസ്, 6500 ഡിഗ്രി സെൽഷ്യസ്. 5500 ഡിഗ്രി സെൽഷ്യസ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം? കുഷ്ഠം, എലിപ്പനി, ചിക്കൻ പോക്സ്, മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം മലമ്പനിയാണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, വിറ്റാമിൻ കെ, വൈറ്റമിൻ ഡി. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി ആണ് ശരിയായ ഉത്തരം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? കഥകളി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം? 1950, 1951, 1948, 1940. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951 ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ന്യൂഡൽഹി, മുംബൈ, കൊച്ചി, ഡെറാഡൂൺ. ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശം മുംബൈയാണ് ശരിയായ ഉത്തരം. സ്ത്രീകളിൽ കാമം ഏറ്റവും കൂടുതൽ തിരിച്ചറിയാവുന്ന ഭാഗം ഏത്? നിതംബം, കണ്ണ്, സ്തനം, യോനി. സ്ത്രീകളിൽ കാമം ഏറ്റവും കൂടുതൽ തിരിച്ചറിയാവുന്ന ഭാഗമാണ് സ്തനം.